ഈ സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്ന ഉപദേശത്തെ നിഷേധിക്കുകയാണ്. അതിന് താൽക്കാലികമായ പ്രസക്തിയുണ്ട്. ഓരോ സംഘടന ഉണ്ടാക്കുന്നതിനും ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടാകും പ്രധാനമായിട്ട്. അതിനോട് പല ഉപലക്ഷ്യങ്ങളും കാണും. ആ ലക്ഷ്യം നിറവേറുകയോ ആ ലക്ഷ്യം നിറവേറ്റാൻ ഈ സംഘടനയ്ക്ക് സാധിക്കാതെയോ വന്നാൽ സംഘടന പ്രസക്തി പോയി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് പ്രളയത്തിൻ്റെ അന്ന് വൈകുന്നേരം വരെ പ്രസക്തി അങ്ങനെയില്ല. പ്രളയകാലത്തിൻ്റെ വൈകുന്നേരത്തും സംഘടനയ്ക്കൊരു പ്രസക്തി. സംഘടനക്കാരും സംഘടന നേതാക്കന്മാരും സമ്മേളിച്ച് പ്രളയത്തിനെതിരെ ഒരു എന്താ അതിന് പറയുന്നത്, ഒരു നിവേദനം, ഒരു പ്രമേയം പാസ്സാക്കുക, അങ്ങനെ ഉണ്ടാവില്ല. അല്ല, സംഘടനയ്ക്ക് പ്രസക്തി ഇല്ലെങ്കിലും സംഘടിത സ്വഭാവത്തിന്, സംഘടനാ ബോധത്തിന് പ്രസക്തിയില്ല. പ്രസക്തിയുണ്ട്. അത് താൽക്കാലികമായിരിക്കും. പക്ഷെ അത് നീണ്ടു അങ്ങനെ പോയെന്നാൽ ആ സംഘടന കൊണ്ട്, പിന്നെ ആ സംഘടിച്ച് നിന്നുകൊണ്ട് അത് ചിലപ്പോൾ അവർക്കിഷ്ടമല്ലാത്ത നന്മയ്ക്കെതിരെയും ആ സംഘടന അവർ ഉപയോഗിക്കും. അപ്പോൾ സംഘടന ഉദ്ദേശം വിഫലമായില്ലേ? ഇപ്പോൾ ജാതിക്കെതിരെ ഉണ്ടാക്കുന്ന സംഘടന ജാതിയെ നിലനിർത്താൻ ഉപയോഗിച്ചാലോ? ലോകത്തിന് ക്ഷേമമുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സംഘടന ലോകത്തിൻ്റെ ക്ഷേമത്തിന് വിരുദ്ധമായി ആ സംഘടന പെരുമാറിയാലോ? സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടന ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിഘാതമായി പെരുമാറിയാലോ? അങ്ങനെ വരാം. എന്താണ്? സംഘടനയുടെ നേതൃസ്ഥാനത്ത് ആ സംഘടനയുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് യോഗ്യനല്ലാത്ത ആൾ അതിൻ്റെ നേതാവായിട്ടോ അല്ലെങ്കിൽ അത്തരം ആളുകൾ അതിൻ്റെ നേതൃത്വ ഘടനയിൽ വന്നു ചേരുകയോ ചെയ്താൽ ആ സംഘടന കൊണ്ടുള്ള നന്മ ജനങ്ങൾക്ക് കിട്ടാതെ വരുമെന്ന് മാത്രമല്ല, അങ്ങനെ കിട്ടാതെ വരുമ്പോൾ അവർ സംഘടിച്ച് നിന്നുകൊണ്ട് അനീതികൾ നേടിയെടുക്കാൻ ശ്രമിക്കും. അല്ല, അങ്ങനെയുള്ള അപജയങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെയുള്ള അപജയങ്ങൾ സംഭവിക്കുമ്പോൾ സചേതനമായൊരു സംഘടനയാണെങ്കിൽ ആ സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ സംഘടിതമായൊരു ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ ഒരു തിരുത്തൽ ശക്തി, തിരുത്തൽ പ്രസ്ഥാനം ഈ സംഘടനയെ ദുരുപയോഗപ്പെടുത്തുന്ന പ്രവണതകൾക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ എതിരെ, പ്രസ്ഥാന നേതൃത്വത്തിനെതിരെ ഉണ്ടാവില്ലേ? ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ തന്നെ അവൻ പുറത്താവും. അതിനുവേണ്ടി സംഘടനയുടെ പരിഷ്കാരത്തിൻ്റെ, അവരെയാണല്ലോ ഈ റിവിഷനിസ്റ്റുകൾ എന്ന് പറഞ്ഞ് അതാത് കാലത്ത് കൊല്ലുകയോ അതാത് കാലത്ത് തള്ളിക്കളയുകയോ അതാത് കാലത്ത് പുറത്താക്കുകയോ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ചെയ്യുന്നതും. അല്ല, ഒരു പ്രത്യേക സംഘടനയോ അല്ലെങ്കിൽ പ്രത്യേക പ്രത്യയശാസ്ത്രത്തെ ഊന്നിയല്ല ഞാൻ. അതെ, ഞാനും അങ്ങനെയല്ല പറയുന്നത്. നമുക്ക് റിവിഷനിസ്റ്റ് എന്നതിന് പകരം റിഫോമിസ്റ്റ് എന്ന് ഉപയോഗിക്കാം. ഏത് വാക്കുവാണെങ്കിലും ഉപയോഗിച്ചോളൂ, ഇതിൻ്റെ അനുഭവത്തിൽ വ്യത്യാസമില്ല. റിഫോമിസമായാലും റിവിഷനിസമായാലും അതിന് ഒരുങ്ങുന്ന ആൾ പുറത്ത് കിടക്കും. അയാൾ പോലും അറിയില്ല അയാൾ സംഘടനയ്ക്ക് പുറത്താകുന്നത്. അത് തള്ളി പുറത്താക്കും. പിന്നെ ഈ സംഘടന ഉണ്ടാക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കും? ശരാശരിക്കാരായിരിക്കും. ശരാശരിക്ക് മുകളിലുള്ളവരല്ല. അവരുടെ ജനപ്രേമം ശരാശരിയായിരിക്കും, അവരുടെ അറിവ് ശരാശരിയായിരിക്കും, അവരുടെ കഴിവ് ശരാശരിയായിരിക്കും. മറ്റേ കുറുക്കൻ്റെ സ്വഭാവമായിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കഥയുണ്ടല്ലോ, തിരികക്കഥയിലെ കുറുക്കൻ്റെ സ്വഭാവമായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഒരിക്കലും തൻ്റെ സ്വത്വം പുറത്ത് കാണിക്കാതിരിക്കുക എന്നതാണ് ഒരു സംഘടനാ നേതാവിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. അത് പുറത്തു വരില്ല. അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പുറത്തിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ ആ സംഘടന സ്വയം പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് കാലഗതമായ ഒരു അപജയം വരുന്നില്ലെങ്കിൽ അതിനകത്ത് നിന്നുകൊണ്ട് തിരുത്താൻ സാധിക്കില്ല. പോയിട്ട് വേറെ സംഘടന ഉണ്ടാക്കേണ്ടി വരും, അങ്ങനെ താല്പര്യമുള്ളവർ. പക്ഷേ സംഘടനകൾക്കെല്ലാം ഈ തിന്മ സ്വാഭാവികമാണ്. അപ്പോൾ സംഘടനയെയും നമുക്ക് ഒഴിവാക്കാൻ ഒക്കില്ല. സാമൂഹിക ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, സാംസ്കാരിക ജീവിതത്തിൽ സംഘടനയെ ഒഴിവാക്കാനും ഒക്കില്ല. സംഘടനയുടെ ഗുണഫലങ്ങൾ പൂർണ്ണമായി ജനങ്ങൾക്ക് കിട്ടുകയുമില്ല. അപ്പോൾ സംഘടനയ്ക്ക് സംഘടനയുടേതായ ഒരു തിന്മയുണ്ട്, ഒഴിവാക്കാൻ വയ്യാത്ത അനിവാര്യമായ ഒരു തിന്മ സംഘടനയിലുണ്ട്. ഇനവിറ്റബിൾ ഈവിൾ അതുണ്ടാകും. എന്നാൽ അതുകൊണ്ട് മഹത്തായ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ആ മഹത്തായ കാര്യങ്ങൾ നേടിയെടുത്ത് കഴിയുമ്പോൾ ആ സംഘടനയുടെ സ്ഥാപകൻ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം പിരിച്ചുവിട്ട് മാറിയൊരിടത്ത് സ്വസ്ഥമായിട്ടിരിക്കേണ്ടതാണ്. സംഘടനാ പ്രവർത്തകന്മാർ സ്വസ്ഥമായിട്ടിരിക്കുകയേയില്ല എന്നുള്ളതാണ് അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത. അവരെപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുള്ളൂ. പ്രവൃത്തിയിൽ താല്പര്യമുള്ളവരായിരിക്കും, ജ്ഞാനത്തിൽ താല്പര്യമേ ഉണ്ടായിരിക്കുകയില്ല. ഈ കാരണം കൊണ്ടാണോ ഈ രാമകൃഷ്ണ മിഷൻ രൂപീകരിക്കുന്നതിന് വിവേകാനന്ദൻ അതിന് മുൻകൈ എടുത്തതിന് രാമകൃഷ്ണ പരമഹംസൻ എതിർത്തിരുന്നത്? അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഗാന്ധിജി കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞത് കോൺഗ്രസിനോട് താല്പര്യമില്ലാതെ വന്നിട്ടല്ല.
അത് ദുഷിക്കും എന്നറിയാവുന്നതുകൊണ്ടാണ്. ദുഷിക്കും എന്താണെന്നറിയാമോ? ഗാന്ധിജിയുടെ പോലെയുള്ള ആളുകളല്ല പിന്നീട് എൻ്റെ തലപ്പത്ത് വരുന്നത്. പിന്നീട് നെഹ്റു വന്നു, അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി വന്നു, അത് കഴിഞ്ഞപ്പോൾ അമരനായ രാജീവ് ഗാന്ധി വന്നു. മറ്റവരൊക്കെ മരിച്ചുവല്ലോ. രാജീവ് ഗാന്ധി എന്താണ്? രാജീവ് ഗാന്ധി അമർഹൈ, ബാക്കിയുള്ളവരൊക്കെ മരിച്ചു പോകുന്ന ആളുകളാണ്. രാജീവ് ഗാന്ധി വന്നു. ഇപ്പോൾ ഒരിക്കലും മരിക്കയില്ലാത്ത സോണിയാഗാന്ധി വന്നിരിക്കുന്നു. അപ്പോൾ ആ വ്യക്തി മഹാത്മാഗാന്ധിയിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് പിടിച്ചു നോക്ക്, എവിടെ വന്ന് നിന്നു? അത് സോണിയാഗാന്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായ പരിമിതികളുണ്ട്. അവരിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നുണ്ട്, നമുക്കൊന്നുമില്ല, മറ്റാരെങ്കിലും ഇരിക്കുന്ന പോലെ തന്നെ ഉള്ളൂ. പക്ഷെ ആ അധപ്പതനം, അതിൻ്റെ ആ ശ്രേണിയിൽ വന്ന അധപ്പതനം പേടിപ്പിക്കുന്നതാണ്, ഭീകരമാണ്. അതിൻ്റെ താഴത്തേക്ക് വരുന്നത് അതിനേക്കാൾ മോശമായിട്ടായിരിക്കും വരാൻ പോകുന്നത്. അതിൻ്റെ താഴത്ത് വേറെ ഒരുത്തൻ വരുന്നുണ്ട്, രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കയ്യിലേക്ക് അത് വരുമ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറത്ത് കേതു ഗാന്ധി ആണ് പിന്നെ എൻ്റെ താഴത്ത് വരാൻ പോകുന്നത്. രാഹു കഴിഞ്ഞാൽ പിന്നെ കേതു ആണല്ലോ. രാഹു നിൽക്കുന്നതിന് 180ാമത്തെ ഡിഗ്രിയിലാണ് ജ്യോതിഷചക്രത്തിൽ കേതു നിൽക്കുന്നത്. പിന്നെ കേതു ഗാന്ധിയാണ് വരാൻ പോകുന്നത്. എന്താ കേതു ഗാന്ധിക്കുള്ള പ്രത്യേകത? കേതു തലയില്ലാത്ത ഗ്രഹമാണ്. അല്ല, ഈ സംഘടനകൾക്കുണ്ടാകുന്ന ഈ അധപ്പതനം സമൂഹത്തിന് മൊത്തത്തിലുണ്ടാകുന്ന ഒരു അധപ്പതനത്തിൻ്റെ പ്രതിഫലനം മാത്രമല്ലേ? അങ്ങനെയും പറയാമെന്നേ ഉള്ളൂ. കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെങ്കിലും മറ്റേത് പ്രസ്ഥാനമാണെങ്കിലും അത് ഈ നമ്മൾ പിന്നെ ഗ്രാമജീവിതത്തെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ്. ഗ്രാമജീവിതത്തിൽ ഏതെങ്കിലും ഒരു അത്യാവശ്യ കാര്യം സാധിക്കുന്നതിന് വേണ്ടി കൈക്കൂലി കൊടുക്കാൻ ആളുകൾ തയ്യാറാകുമെങ്കിലും ഗ്രാമജീവിതത്തിലാണ് ഇപ്പോഴും നമ്മുടെ മൂല്യങ്ങൾ ഉന്മിഷത്തായി പ്രതിഭാസിച്ച് നിൽക്കുന്നത്. ഒരു അത്യാവശ്യ കാര്യത്തിലല്ലെങ്കിൽ സാധാരണത്തിൽ നമ്മൾ പറയില്ല ഗ്രാമത്തിലുള്ള ആൾ. അപ്പോൾ ജനങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു നമുക്ക് പറയാൻ ഒക്കില്ല. ജനങ്ങളിലെ ഒരു വരേണ്യവർഗം, ഒരു ഉപരിവർഗം അഭ്യസ്ത വിദ്യരാണ്. ഇപ്പോൾ സാധാരണ ആളുകൾ എന്താ കൈക്കൂലി വാങ്ങിക്കുന്ന? ഒരു കൈക്കൂലിയില്ല. ഇപ്പോൾ ഗ്രാമത്തിലൊക്കെ ഈ ഓലമേഞ്ഞ പുരകൾ കെട്ടിക്കൊടുക്കുന്നതിന് കൂലി വാങ്ങിക്കില്ല. അത് അയൽവാസികളെല്ലാവരും കൂടി പോയി കെട്ടിക്കൊടുക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കും. ചിലപ്പോൾ വൈകുന്നേരം പറയും നമുക്ക് രാത്രി ഊണ് ഇവിടെ നിന്ന് ആയിക്കോട്ടെ. അതിന് തച്ച് കാശൊന്നും വാങ്ങില്ല. അതിന് സൗജന്യമായിട്ട് കെട്ടിക്കൊടുത്തിട്ട് പോരുക. കല്യാണത്തിന് സഹായിക്കാൻ വരുന്ന ആളുകൾ ചുരുങ്ങിയത് 2 ദിവസത്തെ പണിയെങ്കിലും ഉണ്ടാകും. അതിനും പ്രതിഫലം വാങ്ങില്ല. നഗരത്തിലാണെങ്കിലോ. അപ്പോൾ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ ജീവിത മൂല്യങ്ങൾ, ഒരു രാഷ്ട്രത്തിലെ സാംസ്കാരിക നേതാക്കന്മാർ അല്ലെങ്കിൽ ഋഷിമാർ, ചിന്തകന്മാർ, ദാർശനികന്മാർ കണ്ടെത്തിയിട്ടുള്ള മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ഗ്രാമങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് വന്ന അധപ്പതനം കൊണ്ടാണ് എന്ന് നമുക്കത് പറയാൻ ഒക്കില്ല. അഭ്യസ്ത വിദ്യർക്ക് വന്ന അധപ്പതനം കൊണ്ടാണെന്ന് പറയാം. എന്തുകൊണ്ടാണ്? പലതും പഠിക്കാൻ പോകുന്നത് അതിൽ നിന്ന് വരാൻ പോകുന്ന ലാഭത്തെ ഉദ്ദേശിച്ചിട്ടാണ്. എന്തിനാണ് ഈ എൻജിനീയറിങ്ങിനും ഈ MBBSനും അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി മാതാപിതാക്കളും വിദ്യാർത്ഥികളും കിടന്ന് മരിക്കുന്നത്? അതുകൊണ്ട് കണ്ടമാനം പണം സമ്പാദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ അവർക്ക് പാലം കെട്ടി ജനങ്ങളെ സേവിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല എഞ്ചിനീയറിംഗ് പോകാൻ ആളുകൾ ശ്രമിക്കുന്നത്. മറ്റേ ചികിത്സിച്ച് ജനങ്ങളെയെല്ലാം, സമസൃഷ്ടങ്ങളായ ജനങ്ങളെയും ഞങ്ങളുടെ സഹോദരന്മാരെയെല്ലാം ആരോഗ്യപൂർണ്ണന്മാരാക്കി കളയാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അല്ല, പണം ഉണ്ടാക്കാനുള്ള എളുപ്പ വഴിയാണെന്ന് ധരിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അഭ്യസ്ത വിദ്യരുടെ ഇടയിലാണ് ഈ മൂല്യങ്ങളുടെ അനുഷ്ഠാനത്തിൻ്റെ അധപ്പതനം വരുന്നത്. സാധാരണ ജനങ്ങളുടെ ഇടയിലല്ല. സാധാരണ ജനങ്ങളുടെ ഇടയിലാണ് ഇപ്പോഴും ഔദാര്യം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒന്നും വഴക്കുണ്ടാകില്ല, ദുഷ്ടന്മാരില്ല, കൊള്ളാത്തവരില്ല എന്നല്ല പറയുന്നത്. എന്നാലും കഴിയുന്നതും മൂല്യങ്ങൾ അനുസരിക്കണമെന്നൊരാഗ്രഹം അവരുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും നശിച്ചു പോയിട്ടില്ല. അത് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരാശിക്കുണ്ടാകുന്ന അധപ്പതനം കൊണ്ട് മാത്രമാണ് എന്ന് പറയാനൊക്കില്ല. സംഘടന അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറുമ്പോൾ, ഏതൊരു ഉദ്ദേശത്തോടു കൂടിയാണോ സംഘടനകൾ തുടങ്ങിയത്, ദീർഘകാലം കൊണ്ട് ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള പ്രേരണ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ബുദ്ധമതം തന്നെ പിൽക്കാലത്ത് 4ആയിട്ട് വിഭജിച്ചതും, പലതായിട്ട് വിഭജിച്ചതും ബുദ്ധന്റെ തത്വങ്ങളിൽ നിന്ന് ഒത്തിരി അകന്നു പോകുന്നതും ഇങ്ങനെ ഒരു ഇതുകൊണ്ടല്ലേ. വിഗ്രഹാരാധനയും പൂജകളെയും അത്തരം ആചാരങ്ങളെല്ലാം എതിർക്കാനാണ് അദ്ദേഹം ഇതുണ്ടാക്കിയത്. അവർ പിന്നീട് ബുദ്ധൻ്റെ തന്നെ പ്രതിമ വെച്ച് പൂജിക്കുകയും ആരാധിക്കുകയും അതിന് പൂജാക്രമങ്ങൾ, മന്ത്രങ്ങൾ വരെ ആയി ഇരിക്കുന്നു. അപ്പോൾ അത് അധപ്പതിക്കാവുന്നതിൻ്റെ പരമാവധിയായി. ഈ വൈദിക ശങ്കരാചാര്യരുടെ ഗീതാഭാഷ്യത്തിൻ്റെ ആദ്യം ഈ തുടക്കത്തിൽ ഇതിങ്ങനെ പറയുന്നില്ലേ, ഈ ദീർഘകാലത്തെ അനുഷ്ഠാനം കൊണ്ട് വൈദിക ധർമ്മം അധപ്പതിക്കുകയും
അധർമ്മം വർദ്ധിച്ചു വരികയും ചെയ്യുകയെന്ന്. അപ്പോൾ ഇത് ഈ പ്രവണത ഏത് സിസ്റ്റം ആയാലും കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഒരു ആദ്യത്തെ ഒരു ഊർജം അണികൾക്ക് പകർന്നു കൊടുക്കാൻ ഉണ്ടാകില്ല. അപ്പോൾ സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറയുമ്പോൾ ഈ ഒരു സംഗതിയുണ്ട്. ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയാണ് സംഘടിക്കാൻ ഉപദേശിക്കുന്നത്, അല്ലാതെ ദീർഘകാല. അതുകൊണ്ട് സംഘടനകൾ സമൂഹത്തിലെ അതത് സന്ദർഭങ്ങളിലെ കാലങ്ങളിലെ ആവശ്യത്തിനനുസരിച്ച് സംഘടനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ സംഘടനയിൽ പെട്ട ആളുകൾക്ക് ആ സംഘടനയെ നിലനിർത്തേണ്ടത് അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യവുമാകും. അപ്പോൾ അവർ സംഘടന നിലനിർത്തിക്കൊണ്ടു പോകും. അപ്പോൾ അത് പിന്നെ ഗുണദോഷ സമ്മിശ്രമാകും അതിൻ്റെ ഫലം. ആദ്യം ഗുണം മാത്രമാണ് അതുകൊണ്ട് സമൂഹത്തിനുണ്ടാകുന്നത്, പിന്നീട് അത് ഗുണവും ദോഷവും ഉണ്ടാകുന്ന നിലയിലേക്ക് അതിലൊരു പരിവർത്തനം ഉണ്ടാകും. അതിനെ വേണമെങ്കിൽ ആ പരിവർത്തനം നല്ലതാണെന്നും പറയാം, ആ പരിവർത്തനം ദോഷമാണെന്നും പറയാം. അത് ഓരോരുത്തരുടെ വീക്ഷണം അനുസരിച്ചിരിക്കും.